ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ തയ്യാറാക്കുന്ന രീതിയാണിത്. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നത് ഞാനിത് അങ്ങനെ ഒരു പാത്രത്തിലാണ്, കുറച്ച് വട്ടമുള്ളൊരു പാത്രമാണ്. ഈ ഒരു പാത്രത്തിലാവുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ നല്ലൊരു സൗകര്യമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കലെടുക്കുക. കലത്തിലാവുമ്പോൾ നമുക്ക് അത്ര തന്നെ ഇളക്കാനൊന്നും പറ്റില്ല. ഇതാവുമ്പോൾ നല്ലപോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ തേങ്ങാച്ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള അരി മട്ടരി ഒന്നുമല്ല, സാധാ അരിയാണ്, കുറുവട അരിയാണ്. ഇനി നിങ്ങൾക്ക് മട്ടരി വേണമെങ്കിലും ഇതിന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 250 ml കപ്പിന് ഒരു 3 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയല്ലാത്ത ഏത് അരി വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം, ഒരു 3-4 തവണ. അപ്പോൾ അതവിടെ അരിയൊക്കെ നല്ലപോലെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുമന്നുള്ളിയാണ്. അതൊരു 1.5 കപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി നടുകൊന്ന് കീറിയിട്ടാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 3 കപ്പ് അരിക്ക് 1.5 കപ്പ് ചുമന്ന ഉള്ളിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 3 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ നിങ്ങൾക്കൊരു 4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 3 ടീസ്പൂൺ എന്ന് പറയുന്നത് ഇതിലേക്ക് കറക്റ്റ് അളവാണ്. ഇനി ഇതെല്ലാം തന്നെ നല്ലപോലെ കൈകൊണ്ട് മിക്സാക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഇങ്ങനെ ഉള്ളിയും തേങ്ങയും അരിയും എല്ലാം പാടെ നല്ലപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കണം. ആ തേങ്ങയുടെയൊക്കെ പാൽ ഇറങ്ങി വരുന്നത് വരെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കണം. എന്നാലേ നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കണ ഈ ഒരു ടൈമിൽ ഉലുവയുടെയും ഉള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ഇതിൽ ചേർക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ചേർക്കണുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് വെക്കാറുള്ളത്. അപ്പോൾ അത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ബാക്കി വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കണക്ക് നോക്കുന്നത്, നമ്മൾ ഈ അരിയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈ ഒന്ന് അതിൽ വെച്ച് നോക്കുക. അതായത് അരിയുടെ മുകളിലായിട്ട് വെക്കണം, നല്ല താഴ്ത്തി കൊടുക്കരുത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു അളവിലാണ് നമുക്ക് വെള്ളം കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാകമായിട്ടുണ്ട്. ഈ കണക്കിലാണ് നമുക്ക് വെള്ളം കിട്ടേണ്ടത്. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കുക്കായി വരുള്ളൂ. അപ്പോൾ ഇനി ഇത് ഞാൻ ഗ്യാസിലൊന്നല്ല വെക്കുന്നത്, നമ്മൾ സാധാ അടുപ്പിൽ തന്നെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ച് വരുന്നത് വരെ നല്ലപോലെ തീ കത്തണം. തീ ഒന്ന് കമ്മിയാകാൻ പറ്റില്ല. തീ നല്ലപോലെ തന്നെ കത്തിയിട്ട് പെട്ടെന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ അതവിടെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇതേ രീതിയിൽ തന്നെ തീ കത്തിയിട്ട് തിളച്ച് കിട്ടണം. അപ്പോൾ അത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കുറവായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീയൊന്ന് കുറച്ച് കൊടുക്കുക. നല്ല കത്തണ വിറകൊന്ന് എടുത്ത് മാറ്റിയാൽ മതി. ഇനി ആ ഒരു ചൂടിൽ കടന്നിട്ട് ഇതൊന്ന് തിളച്ചിട്ട് കുക്കായി കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ നല്ലപോലെ കത്തിക്കുകയാണെങ്കിൽ വെള്ളം അങ്ങോട്ട് വറ്റിപ്പോവുകയും ചെയ്യും. നമുക്ക് നമ്മളുടെ ചോറ് പെട്ടെന്ന് കുക്കാവില്ല. അപ്പോൾ അതവിടെ 1/4 ഭാഗം വെള്ളം ഇവിടെ വറ്റിയിട്ടുണ്ട്. ഈ ടൈമായാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. അത് ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അടിയോടുക്കാൻ ഇളക്കി കൊടുക്കണം, അത് അടിയിൽ പിടിക്കും.
ഇതിലിപ്പോൾ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അതവിടെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് വെക്കണം. നമ്മൾ ഗ്യാസിലാണ് വെക്കണമെങ്കിൽ ഇതുപോലെ ആയി കിട്ടില്ല. ഇപ്പോൾ ചിലരൊക്കെ ഗ്യാസിൽ വെക്കാറുണ്ട്. ഇതിങ്ങനെ ചെറിയൊരു ചൂടിൽ കടന്നിട്ട് ഇങ്ങനെ വെന്ത് കിട്ടുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ തേങ്ങാച്ചോറൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. ചില ഭാഗങ്ങളിലൊന്നും ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാറില്ല. അധികവും ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയൊക്കെയാണ് തയ്യാറാക്കൽ. ഇത് കൂടുതലും പഴയ ആൾക്കാരാണ് ഇത് ഉണ്ടാക്കൽ കേട്ടോ, ഈ തേങ്ങാച്ചോറൊക്കെ. ഈ ഒരു തേങ്ങാച്ചോറ് ഇപ്പോഴും ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൽ വെള്ളം കൂടുതലാകുക, അല്ലെങ്കിൽ വെള്ളം കുറവായിട്ട് അരിയൊന്നും കുക്കാകാതിരിക്കുക, അങ്ങനെയൊക്കെ പലർക്കും സംഭവിക്കാറുണ്ട്. ഇത് കൂടുതലായിട്ടും ബീഫിൻ്റെ ഒപ്പമാണ് നല്ലൊരു കോമ്പിനേഷന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് ശരിയായിട്ടില്ല എങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ശരിയായി കിട്ടും. പിന്നെ നല്ലൊരു ടേസ്റ്റാണിത്. ഇതിൽ കൂടുതൽ നമ്മൾ ബിരിയാണിയുടെ പോലെ നെയ്യോ കാര്യങ്ങളൊന്നും ചേർക്കാത്തതാണ്. അപ്പോൾ ഞങ്ങൾ വെക്കുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ ഈ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.